സോ ഹലോ ഗൈസ്, എനിക്ക് ആകെക്കുള്ള അനിയൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, 18ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കളയാന്ന്. അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള മൈദ വേണം കേട്ടോ. മൈദയും മുട്ടയൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കി അങ്ങോട്ട് അടിക്കുക, 2 വട്ടം അങ്ങോട്ട് 2 വട്ടം ഇങ്ങോട്ട്. പക്ഷേ ഉണ്ടല്ലോ, മൈദയൊക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ അരിച്ച് വെക്കണം. മൈദ സോഡപ്പൊടി ഉപ്പൊക്കെ കൂടിയിട്ട് അരിച്ച് നന്നായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടില്ല, ഒരു പാത്രത്തിലേക്ക് 3 മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിടുക, 3 അല്ലെങ്കിൽ 4 മുട്ട നിങ്ങൾക്ക് പൊട്ടിച്ചിടാം. അതിലേക്ക് വാനില എസൻസ് ഒഴിക്കുക, കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലതായിട്ട് അടിക്കുക. എന്നിട്ട് ഈ ബാറ്ററിയിലേക്ക് ഉണ്ടല്ലോ ആ മൈദയുടെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടുണ്ടല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് പാലും കൂടി മിക്സ് ചെയ്ത് ലൂസ് ആക്കി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ തന്നെ 15 മിനിറ്റ് പ്രീ ഹീറ്റിൽ വെച്ചിരുന്നൊരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സാധനം അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെക്കണതിന് മുമ്പായിട്ട് ഇതങ്ങ് നല്ല രീതിയിൽ തട്ടണോട്ടോ, അല്ലെങ്കിൽ ഹോൾസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് 35 മിനിറ്റ് അടച്ചങ്ങോട്ട് വെച്ചോ. അതിന് മേളിൽ കുറച്ച് വെയിറ്റുള്ള സാധനം വെച്ചാൽ അത്രയും നല്ലത്. നമുക്ക് ഇനി വിപ്പിംഗ് ക്രീമിന്റെ പരിപാടിയിലേക്ക് ഇറക്കട്ടെ. ഞാൻ ഈ ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വാനില എസൻസും പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് ക്രീം നല്ലതായിട്ട് ബീറ്റ് എടുക്കാം. ക്രീം കൂടെ സെറ്റായി. ഇനിയാണ് നമ്മൾ കേക്കിന്റെ മെയിൻ പാർട്ടിലേക്ക് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം നടത്താൻ പോകുന്നത്. തന്നെ നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ച കേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് അതിനടിയിലായിട്ട് ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്താൽ കേക്ക് ഉരുണ്ട് വരാൻ ചാൻസ് ഉണ്ടാവില്ല. എന്നിട്ട് ആ കേക്കിന്റെ മേലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക, വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക, വീണ്ടും ക്രീം തേക്കുക, വീണ്ടും ഒരു ലെയർ കേക്കും കൂടെ അങ്ങോട്ട് വെക്കുക. കേക്കെല്ലാം വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ലൈറ്റിംഗ് കാട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതിട്ടാ. പിന്നെ ഞാൻ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡെക്കറേഷൻ പാർട്ട് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ന്യൂസിൽ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി എനിക്ക് എന്റെ കേക്ക് ഇതാണ്, നിങ്ങളുടെ കേക്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഞാൻ ഈ വിപ്പിംഗ് ക്രീമിന് കളർ കൊടുത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിന്റെ വെള്ളം വെച്ചിട്ടാണ് ഞാൻ കളർ കൊടുത്തത്. നമ്മളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലാണ്. അങ്ങനെ ഇതാണ് എന്റെ കേക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അനിയന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്റെ 18ാമത്തെ ബർത്ത്ഡേ ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കേക്ക് ഒക്കെ മുറിക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിന്റെ കുറച്ച് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.